ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അതായത് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ എന്നിവ കണ്ടെത്തുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ മാഗ്നീഷ്യം എഴുതുമ്പോൾ 2, 8, 2. അപ്പോൾ ഇവിടെ 2 ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറുകൾ 1, 2 ഈ നമ്പറുകളാണ് ഇത്തരം ഗ്രൂപ്പ്, അതായത് 1, 2 ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1, 2 എന്നിവ കിട്ടിയാൽ അവയുടെ ഗ്രൂപ്പ് നമ്പർ 1 അല്ലെങ്കിൽ 2 എന്നിവയാണ്. എന്നാൽ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിലെ മറ്റ് ഗ്രൂപ്പുകളായ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തിയ ശേഷം അവയോട് കൂടെ 10 എന്ന നമ്പറും കൂടെ ചേർത്തിയാലാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ ലഭിക്കുന്നത്. ഉദാഹരണം നോക്കൂ, ബോറോണിന് ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ, കാർബണിന് 4 ഇലക്ട്രോൺ. ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 3ൻ്റെ കൂടെ 10 എന്ന നമ്പറും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന 13 ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. എന്നാൽ കാർബണിനോ 4 എന്ന ബാഹ്യതമ ഷെല്ലിലെ 4 എന്ന ഇലക്ട്രോണിൻ്റെ നമ്പറിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 14 കാർബണിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഈ 10 എന്ന് സൂചിപ്പിക്കുന്നത് സംക്രമണ മൂലകങ്ങളുടെ ഗ്രൂപ്പുകളുടെ എണ്ണമാണ്. ഇവയ്ക്കിടയിൽ വരുന്നതാണവ, അതുകൊണ്ടാണ് നമ്മൾ ആ 10 അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് പീരീഡ് നമ്പറാണ്. അപ്പോൾ പീരീഡ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണമാണ്. അതായത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ നമുക്ക് ഷെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ കഴിയുമല്ലോ. അതായത് സോഡിയത്തിൻ്റെ കേസിൽ നോക്കൂ, 2, 8, 1. അതായത് ഇവിടെ 3 ഷെല്ലുകളുണ്ട് അല്ലേ. അപ്പോൾ ആ 3 എന്ന നമ്പറാണ് ഇവിടുത്തെ പീരീഡ് നമ്പർ. സോഡിയത്തിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3ാമത്തെ പീരീഡിലാണ് സോഡിയം കാണപ്പെടുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ. ഇപ്പോൾ 2, 6 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ഷെല്ലുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ പീരീഡ് നമ്പർ, അതായത് ഓക്സിജൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ാമത്തെ പീരീഡിലാണ് ഓക്സിജൻ കാണപ്പെടുന്നത്. ഇനി പഠിക്കാനുള്ളത് സംക്രമണ മൂലകങ്ങളെക്കുറിച്ചാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സംക്രമണ മൂലകങ്ങൾ എന്ന് മലയാളത്തിലും ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് സംക്രമണ മൂലകങ്ങൾ, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പീരീഡ്, നമ്മൾ സംക്രമണ മൂലകങ്ങളിൽ ഫസ്റ്റ് പീരീഡിൽ വരുന്നത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇവയുടെ അറ്റോമിക് നമ്പർ നോക്കാം. 21, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് 25, അയൺ 26, കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, സിങ്ക് 30. അപ്പോൾ ഇത്രയും മൂലകങ്ങൾ നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ പ്രധാനപ്പെട്ടവ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. ഇനി ഇതിൻ്റെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഞാനൊന്ന് എഴുതുന്നത് നോക്കൂ. നമ്മൾ സാധാരണ കേസിൽ അതായത് കാൽഷ്യമായിട്ട് തുടർന്ന് വരുന്നതാണ് സ്കാൻഡിയം. കാൽഷ്യം 20 ആണല്ലോ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ 2, 8, 8, 2 വരുമ്പോൾ നമ്മൾ അടുത്ത് പ്രതീക്ഷിക്കുന്നത് 4ാമത്തെ പീരീഡിൽ, 4ാമത്തെ ഷെല്ലിൽ 3 എന്നായിരിക്കും. എന്നാൽ സ്കാൻഡിയത്തിൻ്റെ കേസിൽ നോക്കിക്കേ, ഇലക്ട്രോൺ വരുന്നത് 3ാമത്തെ ഷെല്ലിലോട്ടാണ്. ഇനി ടൈറ്റാനിയം നോക്കാം. ടൈറ്റാനിയത്തിന് 22 ആണ്. 2, 8, 10, 2 എന്നാണ് വരുന്നത്. അതായത് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലിലാണ്. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്
ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലിനെ നമ്മൾ പെനൾട്ടിമേറ്റ് ഷെല്ലെന്നാണ് വിളിക്കുന്നത്. ആ ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത്. ബാഹ്യതമ ഷെല്ലിനെ തൊട്ട് മുമ്പിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനി ഇവിടെ കണ്ടോ, എല്ലാറ്റിലും 2 എന്ന നമ്പർ ബാഹ്യതമ ഷെല്ലിൽ വരുന്നുണ്ട്. 2 ഇലക്ട്രോണാണ് എല്ലാ മൂലകങ്ങളിലും. ഈ സംക്രമണ മൂലകങ്ങളിലെല്ലാം 2 എന്ന ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിൽ വരുന്നത്. ഒന്നും കൂടെ എഴുതി നോക്കാം. ടൈറ്റാനിയം 22, 2 8 10 2, വനേഡിയം 23, 2 8 11 2, ക്രോമിയം 24, ഇങ്ങനെ വരും 2 8 12 2. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 എന്ന് മാത്രമായിട്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂലകങ്ങൾ ഗ്രൂപ്പിലും പിരീഡിലും സാമ്യത പുലർത്തുന്നു, സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് ഇത്. ഇനി മറ്റൊന്ന്, ഇത്തരം ഈ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ടുകൾ നൽകുമ്പോൾ അവയ്ക്കെല്ലാം കളറുണ്ടായിരിക്കും. കളർ കോമ്പൗണ്ട്സിനെ നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റിൻ്റെ നല്ലൊരു നീല നിറമാണ്. അതുപോലെ ഫെറസ് സൾഫേറ്റ് ഉണ്ട്, അതിനൊരു മങ്ങിയ ഗ്രീൻ കളറാണ് വരുന്നത്. അതുപോലെ ഡൈക്രോമേറ്റുകൾ കേട്ടിട്ടുണ്ടാകും. ഡൈക്രോമേറ്റ് ക്രോമിയം ഉള്ളത് കൊണ്ട് ഓറഞ്ച് നിറമാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അതിന് പർപ്പിൾ നിറമാണ്. അപ്പോൾ കളർ കോമ്പൗണ്ടുകളെ നൽകുക എന്നത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്, ഫീച്ചറാണ്. അപ്പോൾ സ്വഭാവ ഗുണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. അതായത് ലാന്തനം മുതൽ ലുട്ടീറ്റിയം വരെയാണ് ലാന്തനൈഡുകൾ വരുന്നത്. 14 എലമെൻറ്റ്സ്, 14 മൂലകങ്ങളാണ്. 6ാമത്തെ പീരീഡിൽ ലാന്തനം മുതൽ ലുട്ടീറ്റിയം വരെ വരുന്ന മൂലകങ്ങളാണ് അല്ലെങ്കിൽ എലമെൻസാണ് ലാന്തനൈഡുകൾ. അടുത്ത പീരീഡിൽ ആക്റ്റിനൈഡുകൾ വരുന്നുണ്ട്. ആക്റ്റിനൈഡ്സ് എന്ന് പറയുന്നത് ആക്റ്റിനിയം മുതൽ ലോറൻസിയം വരെ വരുന്ന മൂലകങ്ങൾ, എലമെൻസ്. അപ്പോൾ ഇവ പീരിയോഡിക് ടേബിൾ തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ മൂലകം പിന്നെ തുടർന്ന് വരുന്ന 14 മൂലകങ്ങളും ചേർന്നതാണ്. അപ്പോൾ ലാന്തനം മുതൽ ലുട്ടീറ്റിയം വരെ ലാന്തനൈഡുകൾ. ഇവയെ നമ്മൾ റെയർ എർത്ത്സ് എന്ന് പറയും. ഭൂമിയിൽ അപൂർവമായി കാണപ്പെടുന്നത് കൊണ്ട് ലാന്തനൈഡുകളെ റെയർ എർത്ത്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ആക്റ്റിനൈഡുകളിൽ യുറേനിയത്തിന് ശേഷം വരുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ എലമെൻസ് ആണ്. ആർട്ടിഫിഷ്യൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ മൂലകങ്ങൾ. യുറേനിയം 92 എന്താണ് വരുന്നത്? കൃത്രിമ മൂലകങ്ങൾ, ആർട്ടിഫിഷ്യൽ എലമെൻസ് ആണ് യുറേനിയത്തിന് ശേഷം വരുന്നതെല്ലാം. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ചാപ്റ്റർ.